SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾക്ക് മുന്നിലേക്ക് അവരുടെ പ്രതിഷേധ മാർച്ചുകളും ഇന്ന് നടക്കുന്നുണ്ട്. പലയിടത്തും ജില്ലാ കേന്ദ്രങ്ങളിൽ അത് സംഘർഷത്തിൽ കലാശിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ കാണുന്നത് കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് ഏതാണ്ട് സംഘർഷത്തിൽ കലാശിച്ചതാണ്. പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയും കുറേ പേര് അതിനകത്തേക്ക് കയറുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. സുജിത്ത്, അവിടെ ഇത്രയും പ്രവർത്തകർ എത്തുമെന്ന് പോലീസിന് ധാരണയുണ്ടായിരുന്നില്ലേ? മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, SFIയുടെ മാർച്ച് വരുന്നതിന് മുന്നിലായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ടും ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മതിൽ ചാടിക്കടന്നും അകത്തേക്ക് ചാടിക്കടന്നിപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവർത്തകർ ആദ്യം ഇവിടേക്ക് എത്തിയതിനു ശേഷം ഇവിടെ ബാനർ വലിച്ച് അതിനുശേഷം പ്രവർത്തകർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന വാതിൽ ഇടിക്കുകയും തള്ളി തുറക്കാൻ ശ്രമിക്കും മുകൾ നിലകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനു മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന പ്രവർത്തകരെയാണ് കാണാൻ സാധിക്കുന്നത്. ഉള്ളിലേക്ക് പ്രവേശിച്ചത് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഹെഡ് പോസ്റ്റ് മുറ്റത്ത് ഇപ്പോൾ പ്രതിഷേധക്കാർ കുത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസ് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷെ പിരിഞ്ഞു പോകാൻ ഇവർ തയ്യാറാകുന്നില്ല. ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചില പ്രവർത്തകരുടെയൊക്കെ ഒരു സാഹചര്യവുമുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അതിന്റെ പ്രധാന വാതിലിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം മുഴക്കുന്ന ഗവർണറെ ഉപയോഗിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും തകർക്കാൻ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇവർ ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ ക്യാമ്പസുകളിൽ പഠിപ്പ് മുടക്കുന്നതിനോടൊപ്പം തന്നെ